ഹിന്ദുക്ഷേത്രങ്ങൾ, മഠങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അനിവാര്യമായ മതാചാരങ്ങളിൽ പോലും സർക്കാരുകൾ ഇടപെട്ടിട്ടുണ്ടെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. വഖഫിൽ സർക്കാർ ഇടപെടുന്നുവെന്ന ആരോപണത്തെ എതിർത്തുകൊണ്ടാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ നിലപാട് വിശദീകരിച്ചത്. കേരളത്തിലെ നീറിക്കോട് ശിവക്ഷേത്രത്തിലെ ശാന്തി നിയമനം സംബന്ധിച്ച കേസിലെ സുപ്രീം കോടതി വിധിയും സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടി. മുസ്ലിം മതവിഭാഗങ്ങളുടെ അനിവാര്യമായ മതാചാരങ്ങളിൽ സർക്കാർ ഇടപെട്ടുവെന്ന വാദത്തെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ശക്തമായി എതിർത്തു. അതേസമയം ഹിന്ദു ക്ഷേത്രങ്ങൾ, മഠങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് അനിവാര്യമായ മതാചാരങ്ങളിൽ സർക്കാരും കോടതിയും ഇടപെട്ടിട്ടുണ്ടെന്ന് വഖഫ് കേസിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. എറണാകുളം ആലങ്ങോട്ടുള്ള കൊങ്ങോർപ്പള്ളി നീറിക്കോട് ശിവക്ഷേത്രത്തിലെ ശാന്തി നിയമനം സംബന്ധിച്ച കേസിൽ ജാതി യോഗ്യതയായി കണക്കാക്കാനാകില്ലെന്നും മലയാളി ബ്രാഹ്മണരെ മാത്രം ഈ തസ്തികയിലേക്ക് പരിഗണിക്കാനാകില്ലെന്നും ബ്രാഹ്മണരെ മാത്രം ശാന്തി നിയമനത്തിൽ പരിഗണിക്കുക എന്നത് ഹിന്ദുമതത്തിൽ ഒഴിവാക്കാനാകാത്ത ആചാരമായി കണക്കാക്കാൻ കഴിയില്ലെന്നുമായിരുന്നു 2002 സുപ്രീം കോടതി വിധി. സന്യാസി മഠങ്ങളിലെ മഹന്തുക്കൾ ആചാരങ്ങൾ പിന്തുടരാത്ത പക്ഷം അവരെ തൽസ്ഥാനത്തു നിന്ന് നീക്കാൻ സർക്കാരുകൾക്ക് അധികാരമുള്ള കാര്യവും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. വഖഫ് ബോർഡുകൾ മതേതരമായ പ്രവർത്തനങ്ങൾ നടത്താറുണ്ടെന്നും അതിനാൽ മുസ്ലിമേതര സമുദായത്തിൽപ്പെട്ടവരെ ബോർഡിൽ ഉൾപ്പെടുത്തുന്നതിൽ തെറ്റില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. വഖഫ് ബോർഡുകളിലും കൗൺസിലിലും ഭൂരിഭാഗം പേരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ആയിരിക്കുമെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യരുതെന്ന വാദവും സുപ്രീം കോടതിയിൽ കേന്ദ്രം ശക്തമാക്കി. കേസിൽ നാളെയും വാദം തുടരും. ജനം, ഡൽഹി.